ആലമ്പാടി ഉറൂസ്. നാട്ടിൽ പതിവിലുമേറെ ആഹ്ലാദം തിരതല്ലുന്ന വേളയാണിത്. ഉറൂസിന് പതാക ഉയരുമ്പോൾ പിന്നെ നാട് ആവേശത്തിമിർപ്പിലായിരിക്കും. ആലമ്പാടി ജുമാ മസ്ജിദിൻ്റെ ഉത്ഭവകാലം മുതൽക്ക് തന്നെ ഇവിടെ 5 വർഷത്തിൽ ഒരിക്കൽ നടത്തിവരുന്ന പള്ളി നേർച്ചയാണ് ഉദയാസ്തമാന ഉറൂസ് നേർച്ച. മരണം സംഭവിക്കാതെ മനുഷ്യദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് മാഉൽ ഹയാത്തിൻ്റെ മാസ്മരികതയിൽ ലോകം നിയന്ത്രിച്ചു പോരുന്ന മഹാനാണ് സയ്യിദുന അബുൽ അബ്ബാസ് സയ്യിദുൽ ഖദം ഖളിർ ബല്ലബിനു മൽക്കാൻ അലൈഹിസ്സലാം അവർകൾ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഇനായത്തും മദതും ഈ നാട്ടിൽ ദർശനമായതുകൊണ്ടാണ് ഇവിടത്തെ പള്ളി മസ്ജിദുൽ ഖളിർ എന്നറിയപ്പെടുന്നത്. പല അത്ഭുതങ്ങളും ജീവിതകാലത്ത് അനുഭവിച്ച മഹാന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ആ മഹാനവറുകളുടെ പേരിലാണ് ഉദയാസ്തമാന ഉറൂസ് നേർച്ച നടത്തിവരുന്നത്. ഈ ഉറൂസ് ദിനങ്ങളിൽ നാടിൻ്റെ നാനാദേശങ്ങളിൽ നിന്നും ജനസാഗരങ്ങൾ ആലമ്പാടിയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. പോത്തിറച്ചിയും നെയ്ച്ചോർ പൊതിയുമാണ് ഇന്നത്തെ അന്നദാനമെങ്കിൽ അന്നത് പുഴുങ്ങലരിച്ചോറും തോരൻ പുഴുങ്ങിയതുമായിരുന്നു. പിന്നെ ദഫ്റാത്തീബും സ്വലാത്തും ഇസ്ലാമിക മഹിമ വിളിച്ചോതുന്ന നേർച്ചകളും മാപ്പിളകലകളുമെല്ലാം ആലമ്പാടിയെ ശ്രദ്ധേയമാക്കി. ഖാദർച്ചാൻ്റെ മമ്മൻചാൻ്റെ നേതൃത്വത്തിലായിരുന്നു ദഫ്റാത്തീബ് തുടങ്ങിയത്. ഒരു ചെറ്റക്കുടിലായിരുന്നു ദഫ് പഠനം. മായിച്ചാൻ്റെ അമ്പാച്ച എന്ന നിഷ്കളങ്കനും സ്നേഹസമ്പന്നനുമായ മനുഷ്യൻ്റെ സാന്നിധ്യം പരിപാടിയെ ഏറെ സജീവമാക്കിയിരുന്നു. പുണ്ടൂർ മുഹമ്മദ് ഷാൻ്റെ കയ്യിലായിരുന്നു റാത്തീബിൻ്റെ കിതാബുണ്ടായിരുന്നത്. അദ്ദേഹം അതിൻ്റെ പകർപ്പ് അമ്പാച്ചാൻ്റെ അന്താച്ചാക്ക് കൊടുത്തു. ഇന്നും ദഫ് വേദികളിലും അണിയറയിലും അന്താച്ച സജീവമായി രംഗത്തുണ്ട്. സ്വലാത്തിൻ്റെ ധ്വനികളാൽ നാട്ടിൽ റഹ്മത്തിൻ്റെ കാറ്റുവീശുന്ന സ്വലാത്ത് പരിപാടി ആലമ്പാടിക്ക് സുഹൃതമാണ്. 1997 ഷഹബാൻ 2 സ്വലാത്ത് പരിപാടി തുടങ്ങിയത്. ഇതിൻ്റെ വാർഷിക പരിപാടിയെ ധന്യമാക്കാൻ മഹാനായ അന്ത്രൂപ്പാപ്പ 1 തവണ ആലമ്പാടിയിലെത്തിയിട്ടുണ്ട്. ദുഗലടുക്കം തങ്ങളുടെ സാന്നിധ്യവും ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. യതീംഖാന. പണ്ടൊരു മുസ്ലിയാർ ഇവിടെ വയല് പറയാൻ വരാറുണ്ടായിരുന്നു. സുഖപുരം അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നായിരുന്നു ആ പണ്ഡിതൻ്റെ പേര്. വെറുമൊരു പ്രഭാഷണത്തിലുപരി അനാഥ മക്കളുടെ സംരക്ഷണത്തെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അദ്ദേഹം ഊന്നിപ്പറയുമായിരുന്നു. പ്രശസ്തമായ ആലമ്പാടി നൂറുൽ ഇസ്ലാം യതീംഖാന സ്ഥാപിക്കാൻ പ്രചോദനവും പ്രോത്സാഹനവും ഏകിയതിൽ ഈ പണ്ഡിതൻ്റെ പങ്ക് നിർണായകമാണ്. 1968 13 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ഈ യതീംഖാനയിൽ ഇന്ന് 100-ലേറെ അനാഥകളും അഗതികളുമായ കുട്ടികൾ സുരക്ഷിതത്വത്തിൻ്റെ തണലിൽ ജീവിക്കുന്നുണ്ട്. തുടക്കത്തിൽ ആലമ്പാടിയിലായിരുന്ന യതീംഖാന ഇപ്പോൾ കൂടുതൽ സൗകര്യത്തോടെ മിനി സ്റ്റേറ്റിലാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ തന്നെ, ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ മികച്ച യതീംഖാനകളിൽ ഒന്നാണിത്. ആലമ്പാടി നൂറുൽ ഇസ്ലാം മദ്രസ. ഇസുദ്ദീൻ മുസ്ലിയാർ എന്ന മലപ്പുറം ജില്ലക്കാരനായ ഒരു പണ്ഡിതൻ സ്വന്തം ചെലവിൽ നാടുനീളെ സഞ്ചരിച്ച് അവിടെയൊക്കെ മദ്രസ നിർമ്മിക്കാൻ പ്രേരണ നൽകി മതം പ്രചരിപ്പിക്കുന്നതിൽ കർമ്മോത്സുകനായിരുന്നു അയാൾ. ആ യാത്രയിൽ ഒരു ദിവസം അദ്ദേഹം ആലമ്പാടിയിലുമെത്തി. മദ്രസയുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി പ്രസംഗിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലമ്പാടിയിൽ മദ്രസ സ്ഥാപിതമാവുന്നത്. 1917 അത്. എന്നാൽ മദ്രസയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് 1954. തുടക്കത്തിൽ ഒരു അധ്യാപകൻ മാത്രമേ മദ്രസയിലുണ്ടായിരുന്നുള്ളൂ. മദ്രസയിലെ ആദ്യത്തെ സദർ MT അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് മദ്രസയിൽ ഇന്നത്തെ രീതിയിലുള്ള ക്ലാസ് സമ്പ്രദായം ആരംഭിച്ചത്. ഇപ്പോൾ മദ്രസയുടെ സദറായ ഉബൈദ് മുസ്ലിയാർ മലപ്പുറം വിളയിൽ സ്വദേശിയാണ്. 1988 ആലമ്പാടിയിൽ വന്ന അദ്ദേഹം 1993 സദറായി നിയമിതനാവുന്നത്.